അപ്പോൾ ഗൈസ് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹം വരുന്നൊരു കഥകളി വേഷം ചെയ്യണം എന്നൊക്കെ. അപ്പം ഇത് ഞാനിനി എന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ കുളിച്ച് സെറ്റായി. ഇപ്പം നമുക്ക് കഥകളി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ഷേവ് മസ്റ്റാണല്ലോ. അപ്പം ഞാനിവിടെ അടുത്തുള്ള ഒരു സലോണിലേക്ക് പോവാണ്. അപ്പം നമുക്ക് വേഷം ചെയ്യാൻ വേണ്ടി ഒരുങ്ങേണ്ട ടൈം നാളെ രാവിലെ 4:30-5 മണിക്കാണ്, ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ ബാക്കി വിശേഷം കാണാം കേട്ടോ. കുറേ കാലം കൂടിയാണ് ക്ലീൻ ഷേവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുളിച്ചതാണ്ട് പോകാൻ റെഡിയായി നിൽക്കുക. ക്ലീൻ ഷേവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എനിക്ക് പൊതുവേ ബിയർഡ് ഉള്ള ലുക്ക് തന്നെയാണ് ഇഷ്ടം. നോക്കാം. ഓക്കെ, ബൈ. ഹലോ, ഞാനിപ്പോൾ തന്നെ ഷേവ് ചെയ്ത് വീട്ടിലെത്തി. അപ്പോൾ ബിയർഡ് ഉള്ള ലുക്കാണോ ബിയർഡ് ഇല്ലാത്ത ലുക്കാണോ നല്ലതെന്ന് പറയണേ. എനിക്ക് പേഴ്സണലി ബിയർഡ് ഉള്ളതാണ് താല്പര്യം. പിന്നെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അല്ലേ. അപ്പം എന്താണ്ട് ഞങ്ങൾ കാഞ്ഞങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 1/4 മണിക്കൂറോളം ഞങ്ങൾ ഓൾറെഡി ട്രാവൽ ചെയ്ത് ഇങ്ങെത്തി. കാഞ്ഞങ്ങാട് ഓൾമോസ്റ്റ് എത്താനാവുന്നു. ഇത് കാലിക്കടവല്ലേ, കാലിച്ചാമരം എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. ഇപ്പം മഴ ഇച്ചിരി തോർന്നിട്ടുണ്ട്. ഇവിടെ മൺസൂൺ ആയതുകൊണ്ട് നല്ല മഴയാണ്. അപ്പോൾ ബാക്കി കാണാം. കൃത്യം ഒരു 5:30-5:45 ആയപ്പോൾ തന്നെ ചായ വിട്ട് തുടങ്ങിയായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫൈനൽ പിന്നെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടായിരിക്കും, കഥകളിയുടെ വേഷത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം മുഖത്തെഴുത്ത് തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് കിടന്നു. ചുട്ടി കുത്തുന്ന കിടന്നുകൊണ്ടാണ് കേട്ടോ ചുട്ടി കുത്തുന്ന. ഈ സീനിയർ ആശാനാണ് നമുക്ക് ചുട്ടി കുത്തി തരുന്നത്. ഒരുപാട് ടൈം എടുത്ത് ശ്രമകരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ചുട്ടി കുത്തൽ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് വെച്ച് നോക്കുമ്പം ഈ കഥകളി പെർഫോമൻസിൽ അല്ലെങ്കിൽ കഥകളിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഈ ചുട്ടി കുത്തുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഞാൻ ആ ചുട്ടി കുത്തുന്ന ആർട്ടിസ്റ്റിനെ ഒരുപാട് അവരെടുക്കുന്ന എഫേർട്ട്, ആശാൻ എടുക്കുന്ന എഫേർട്ട് ഞാൻ ശരിക്കും കണ്ടതാണ്. കാര്യം അത്രയും വട്ടം അവർ ഒട്ടിക്കുന്നു, വീണ്ടും അത് പിന്നെ അത് ഇളകിപ്പോകുമ്പോൾ വീണ്ടും മാറ്റി ഒട്ടിച്ച്. അപ്പോൾ ഭയങ്കര ശ്രമകരമായിട്ട് തന്നെയാണ് കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്, മുഖം മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ ലുക്ക് ഏതാണ്ട് ആയി. ഇനിയാണ് വേറൊരു മെയിൻ ഭാഗം ചെയ്യാനുള്ളത്, ഡ്രസ്സിങ് ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കിരീടം വെക്കുക. അപ്പോൾ കിരീടത്തിന് മുന്നേ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ചാക്കൊക്കെ കെട്ടി നമ്മൾ ഡ്രസ്സിങ് മെയിൻ ഭാഗം ഡ്രസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ കിരീടം വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ചാക്ക് കെട്ടുന്നത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലില്ല. അപ്പം ബാക്കി നമ്മുടെ വേഷങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിരീടം ധരിക്കാനുള്ള നെക്സ്റ്റ് മൊമെൻ്റാണ്. ഞാനിതിൽ ശ്രീകൃഷ്ണൻ്റെ കഥകളി വേഷമാണ് ചെയ്യുന്നത്. അതിൽ കണ്ടാൽ അറിയാം മയിൽപ്പീലിയൊക്കെ. അപ്പം കൃഷ്ണവേഷം ചെയ്യുന്ന ആൾക്കാരുടെ കിരീടമാണിത്. നമ്മൾ നോർമലി കാണുന്ന പിന്നെ സെമി സർക്കിൾ പോലെയുള്ള ആ കിരീടമല്ല. അപ്പം ഈ കിരീടത്തിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷേ മറ്റേ സാധാരണ നമ്മൾ കഥകളി എന്ന് പറഞ്ഞ് കാണുന്ന ആ സെമി സർക്കിളുള്ള അല്ലെങ്കിൽ ഒരു ആ റൗണ്ടിലുള്ള അത്രയ്ക്കും വെയിറ്റ് ഇതിന് വരുന്നില്ല. മുടി വെച്ചു. ഓൾമോസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൂറിൻ്റെ മേക്കപ്പ് എഫേർട്ട് തന്നെ അവർ 3 പേരും ഞാനും ഇട്ടിട്ടുണ്ട്. കാര്യം ഞങ്ങളൊരു 5:30 എന്തോ തുടങ്ങിയിട്ട് 10 മണി എന്തോ ആയി. 10 മണിക്ക് അടുത്തായി. 10:30 പിന്നെ എനിക്ക് വേദി കയറേണ്ടിയിരുന്നത്. അപ്പം ഒരു 10-10:15 ആയപ്പോഴത്തേക്കാണ് ഞാനൊന്ന് റെഡിയായത്. പിന്നെ വേഷം കെട്ടി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
അപ്പോൾ അവിടെ സ്റ്റൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു കസേരയിലിരിക്കും. ഞാൻ വളരെ ബാലൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, കണ്ടാലറിയാം. അതാണ് ബാക്കിലത്തെ ആ പോർഷൻ ഇങ്ങനെ ആവശ്യത്തിലധികം പൊങ്ങി നിൽക്കുന്നത്. അപ്പം എന്താ കമ്മലും കിരീടവും മുടിയും ഒക്കെ വെച്ച് അത് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അനിൽ ഭാഷനെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത്. അപ്പം കൃഷ്ണവേഷം പൊതുവെ ഈ കളറിലാണ്, ഈ യെല്ലോ കളറിലാണ് കാണാറ്. ഞാൻ പിന്നെ പെർഫോം ചെയ്യാനുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലി പിന്നെ ഓർത്ത് നോക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് എടുക്കൽ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കുറച്ച് ഫോട്ടോസ് അടുത്ത ക്ലിപ്സിൽ കാണാം. ഇതിൽ വേദിയിൽ പെർഫോം ചെയ്യുന്ന വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ മേക്കപ്പ് ചെയ്തതും കോസ്റ്റ്യൂം ചെയ്തതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ആണ്. പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്രയും നേരം ഇത്രയും മണിക്കൂർ ഇത് ചെയ്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഫിസിക്കലി. ബട്ട് ഞാനത് എൻജോയ് ചെയ്തതാണ്. അവർ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ മുറുകുന്നുണ്ടോ ടൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഞാൻ അത്രയ്ക്കും അത് എൻജോയ് ചെയ്തായിരുന്നു. കാര്യം എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു, അതായത് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ് കഥകളി. വേറെയും ക്ലാസിക്കൽ ആർട്ട് ഫോംസ് മലയാളത്തിൽ നിന്നുണ്ട്. എന്നാലും കഥകളി വേഷത്തിൽ ഒരു അവതരിപ്പിക്കുക, കഥകളി പെർഫോം ചെയ്യുക എന്നുള്ളതിൻ്റെ ഭയങ്കര കാലത്തെ ഒരു ഇതായിരുന്നു. അത് കൃഷ്ണവേഷം തന്നെ ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് തന്നെ എൻ്റെ ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ടഫില്ല, കുറച്ച് എണ്ണ തൂത്ത് നമ്മളത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിനി അടുത്ത ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല ക്ഷീണമുണ്ട്. ഒരുവിധം ക്ലിയറായി അല്ലേ? എന്നാണല്ലോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാലം ആഗ്രഹിച്ച് ചെയ്ത ഒരു ഇതായിരുന്നു. നമ്മുടെ മാഷിൻ്റെ പേര് ഡോക്ടർ അനിൽ പുത്തലത്തുനിന്നാണ്. കൂടെ വന്ന ആളുടെ പേരെന്താ പ്രതീക്ഷ? പ്രേമൻ മാഷ്. പിന്നെ വേറൊരു ആളുടെ പേരറിയാം, വേറൊരു സീനിയർ ആശാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആശാനാണ് വീഡിയോയിൽ കാണാം, ആ ആശാനാണ് ചുട്ടി കുത്തിയത്. പിന്നെ ഹാപ്പി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.